ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ റീലാണേ. ഇന്ന് എൻ്റെ മോൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പം എത്ര പെട്ടെന്ന് പറന്നു പോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. 2020 കൊറോണ സമയത്തായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ് പിന്നെ ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പം അവന് 6 വയസ്സായി. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ അടുത്തായിട്ടും താഴെ ഫ്ലാറ്റിലൊക്കെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ വിളിക്കണം, സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ഞങ്ങൾ വേറെ ആരും സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടായിരുന്നില്ല. അവൻ്റെ 2-3 ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചു. ഈ അടുത്ത നിൽക്കുകയാണ് സപ്പൻ, നേപ്പാളി കൊച്ചാണേ. അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ യാഫിനുണ്ട്, ഡെൽവിൻ, പിന്നെ സോനു, പിന്നെ പാറു. ഈ 3-4 പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊട്ടടുത്ത റൂമിലെ 2-3 പേരെയും വിളിച്ചു, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു. അങ്ങനെ ബർത്ത്ഡേ, അവൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കൂടെ. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അവർ മുഖത്തൊക്കെയാണ് തേക്കാൻ പോകുന്നത്. നോക്കിയേ. പിന്നെ അവൻ്റെ ബർത്ത്ഡേ കുറച്ചും കൂടെ നന്നായി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസ് കാരണം ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇത് ഞങ്ങൾ വേണ്ടത്ര പോലെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അവൻ എൻ്റെ അമ്മ-മോൻ ബോണ്ട് എന്ന് പറഞ്ഞ പ്രത്യേകതരൊരു ബോണ്ടാണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. മകൻ, മോൻ, അമ്മ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ഫീലിങ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അവൻ്റെ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര, അവൻ വലുതായി. പക്ഷെ നമുക്കെന്നും കുഞ്ഞു തന്നെയാണല്ലോ. അങ്ങനെയാണല്ലോ അമ്മമാർ. പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു. ഞാൻ കേക്ക് എടുത്തു വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ജിറ്റോ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അവനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സായിരുന്നു ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള, ഞാനും അച്ഛനും, അവൻ്റെ അച്ഛനും ഞാനും അമ്മയാണിത്. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്യുന്നു. പിസ്സയും KFC ആയിരുന്നു അന്നത്തെ ഫുഡ്. മക്കളുണ്ടായതുകൊണ്ട് പിസ്സയൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. എല്ലാവരും വന്നു. എല്ലാവരും ഇരുന്നു പിസ്സ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത്. ചിലർക്ക് പിസ്സ ഇഷ്ടം, KFC ഇഷ്ടം. പിന്നെ എൻ്റെ മോനാണെങ്കിൽ പെപ്സി കണ്ടപ്പോൾ അമ്മ എനിക്ക് പിസ്സ വേണം. അവന് പെപ്സിയും പിസ്സയും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെ മേടിക്കാറില്ല, വൺസ് ഇൻ എ മന്ത് ഒക്കെ മേടിച്ച് കൊടുക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അടുത്ത വീട്ടിലെ ഒരു 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കഴിച്ചു. എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2020 ശേഷം അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല. നമ്മൾ മാത്രമായിരുന്നു. വലിയ ഗിഫ്റ്റ് ഒന്നും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അവന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഗിഫ്റ്റ് അവൻ അൺബോക്സിങ് ചെയ്യണം, ഡ്രസ്സ് മാറ്റി വന്ന് അവൻ ഓരോരോ ഗിഫ്റ്റ് വന്നിരുന്ന് പൊളിച്ചു. കുറേ ഡ്രസ്സും ടോയ്സ്, ഡ്രസ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ ഓരോന്നും. ആള് ഭയങ്കര സന്തോഷത്തിലാണ്. ഓരോ ദിവസം ഡ്രസ്സും പാക്കിംഗ് ഒക്കെ പൊളിച്ചു കഴിഞ്ഞു. ഈ കാണുന്നത് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ്. അവന് ഭയങ്കര ഹാപ്പി. ഉറക്കത്തെണീറ്റ് വന്ന് കാണുന്നത് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.